കാശിനാഥൻ. രചന അവതരണം മിത്രവിന്ദ. ക്ഷണിക്കപ്പെട്ട അതിഥികൾ ഒക്കെ എത്തിച്ചേർന്നപ്പോൾ നൂലുകെട്ട് ചടങ്ങിന് സമയമായിരുന്നു. സുഗന്ധിയായിരുന്നു കുഞ്ഞിനെയുമായിട്ട് സ്റ്റേജിലേക്ക് കയറിയത്. പിന്നാലെ പാറുവും. കൃഷ്ണമൂർത്തി തൻ്റെ പരിചയത്തിലുള്ള ആളുകളുമായി സംസാരിച്ചുകൊണ്ട് നിൽപ്പുണ്ട്. കല്ലുവിനെ അർജുനെയൊക്കെ വിളിച്ച് പാറു അരികിൽ നിർത്തി. ഒപ്പം തന്നെ മായച്ചേച്ചിയും സാലമ്മ ചേച്ചിയും ഒക്കെയുണ്ട്. മോളെ പാറു, ആരാണ് കുഞ്ഞിന് നൂല് കെട്ടുന്നത്? കാശിമോൻ്റെ അച്ഛനും അമ്മയാണോ? സാലമ്മ ചേച്ചി ശബ്ദം താഴ്ത്തി ചോദിച്ചു. അറിയില്ലേ ചേച്ചി, ഏട്ടൻ എങ്ങനെയാണെന്ന് വെച്ചാൽ തീരുമാനിക്കട്ടെ. അവൾ പതിയെ തന്നെ മറുപടിയും പറഞ്ഞു. കാശിമോൻ ആഗ്രഹിച്ചിരുന്നതല്ലേ, കൃത്യനേരത്തെ രണ്ടാളും എത്തുകയും ചെയ്തു. സാലമ്മ ചേച്ചിയുടെ പറച്ചിൽ കേട്ടതും പാറു അവരെ മിണ്ടരുതെന്ന് കണ്ണിറുക്കി കാണിച്ചു. പതുക്കെ പറ, ആ അമ്മയെങ്ങാനും കേൾക്കും. അതോടെ എല്ലാവർക്കും ഇവിടെ നിറങ്ങുകയും ചെയ്യാം. കല്ലുകൂടി പറഞ്ഞതും പിന്നീട് സാലമ്മ ചേച്ചി ഒന്നും മിണ്ടിയില്ല. കാശി സ്റ്റേജിലേക്ക് കയറി വന്നു. അമ്മയുടെ കയ്യിലിരിക്കുകയാണ് വാവ. അപ്പോഴും അവൻ അമ്മയും അച്ഛനെയൊക്കെ സ്റ്റേജിൻ്റെ മുന്നിൽ കൊണ്ടുവന്ന് നിർത്തി. എന്നിട്ട് വലം കൈയാൽ പാറുവിൻ്റെ തോളിൽ കൂടി കൈയിട്ട് തന്നോട് ചേർത്ത് നിർത്തി. ഇടം കൈകൊണ്ട് മൈക്കെടുത്ത് പിടിച്ചു. ഗുഡ് മോർണിംഗ് ടു ഓൾ. All the people who have accepted our invitation and joined here are welcome to this important function today. The only truth I understood was that not half of my soul, but the whole heart now become Parvati and our babe. Heartfelt love to all who have accepted our invitation and joined here. The ceremony is about to begin. പറഞ്ഞു നിർത്തിയ ശേഷം അവനും പാറുവും അച്ഛനും അമ്മയും ഒക്കെ ആയിട്ട് ഇരുന്ന് കഴിഞ്ഞു. എല്ലാം വളരെ ട്രഡീഷണൽ ആയിട്ടായിരുന്നു ക്രമീകരിച്ചത്. തഴ കൊണ്ടുള്ള പായ വിരിച്ച് അതിൻ്റെ മേലാണ് എല്ലാവരും ഇരിക്കുന്നത്. നിറപറയും നിലവിളക്കും മുല്ലപ്പൂ മാലകളും ഒക്കെ കൊണ്ട് അലങ്കരിച്ചിരിക്കുകയാണ് അവിടെ മാകെ. 5 തിരിയിട്ട് നെയ്യൊഴിച്ച നിലവിളക്ക് കൊളുത്താൻ വേണ്ടി കാശി നിയോഗിച്ചത് മായമ്മയാണ്. സത്യം പറഞ്ഞാൽ അവർക്കല്പം വിഷമമൊക്കെ ഉണ്ട്. കാരണം കാശിയുടെ അമ്മ ചെയ്യേണ്ട റോളായിരുന്നത്. അതാണ് ഇപ്പോൾ മായമ്മ നിർവഹിക്കേണ്ടത്. ഒന്ന് പിന്നിലേക്ക് വലിഞ്ഞ അവരെ കാശി ഉറക്കെ വിളിച്ചു. മായച്ചി, ഒന്ന് വിളക്ക് കൊളുത്തിക്കേ, നേരം പോകുന്നു. പെട്ടെന്ന് സുഗന്ധിയുടെ മുഖം വലിഞ്ഞു മുറുകി. എങ്കിലും അവരത് പുറമേ കാണിക്കാതെ മുഖത്തൊരു ചിരിയൊക്കെ വരുത്തിയിരുന്നു. അമ്മ കത്തിച്ച പോരെ മോനെ? മായമ്മ മെല്ലെ ചോദിച്ചു. പോരാ, അമ്മ ഇന്നല്ലേ കുഞ്ഞിൻ്റെ അരികെ വന്നത്. ചേച്ചി അതിനു മുന്നേ വാവ കാണാൻ തുടങ്ങിയതല്ലേ? അവൻ പറഞ്ഞതും പിന്നീടൊരു അക്ഷരം പോലും പറയാതെ കൊണ്ട് മായച്ചേച്ചി വന്ന് നിലവിളക്ക് കൊളുത്തി. പിന്നീട് എല്ലാവരും എഴുന്നേറ്റ് നിന്ന് അല്പസമയം പ്രാർത്ഥിച്ചു. ഒരു പുരോഹിതൻ എത്തിയിട്ടുണ്ട്. അയാൾ ഉറക്കെ കുഞ്ഞിനെക്കുറിച്ച് സംസ്കൃത പദങ്ങൾ ചേർത്ത് എന്തൊക്കെയോ ശ്ലോകം ചൊല്ലി കുറേയേറെ നാമങ്ങളൊക്കെ ഉരുവിട്ടു. ശേഷം എല്ലാവരും വീണ്ടും ഇരുന്നു. ആരാണ് നൂല് കെട്ടുന്നത്? പെട്ടെന്ന് പുരോഹിതൻ ചോദിച്ചു. ഞാനാണ്. കാശി മറുപടിയും പറഞ്ഞുകൊണ്ട് അച്ഛനെ അമ്മയെ ഒന്ന് നോക്കി. പെട്ടെന്ന് അവരുടെ മുഖം താണു. അരികിലിരിക്കുന്ന പാറു അവൻ്റെ കൈത്തണ്ടയിൽ ഒന്ന് പിച്ചിയപ്പോൾ കാശിക്ക് കാര്യം മനസ്സിലായി. അപ്പോഴേക്കും പൂജിച്ചു വെച്ചിരുന്ന പഞ്ചലോഹത്തിൽ തീർത്ത നൂലെടുത്ത് അയാൾ കാശിയുടെ കയ്യിലേക്ക് നീട്ടി. സുഗന്ധിയാണെങ്കിൽ കുഞ്ഞിനെ പാറുവിൻ്റെ നേർക്ക് നീട്ടി. അച്ഛൻ്റെ കയ്യിലേക്ക് കൊടുക്ക്. പെട്ടെന്ന് കാശി പറഞ്ഞതും സുഗന്ധി അവനെ നോക്കി. അച്ഛാ, കുഞ്ഞിനെ പിടിച്ച് അരി നിർത്ത്. അവൻ പറഞ്ഞതും അച്ഛൻ കുഞ്ഞുവാവയെ മേടിച്ചു. എന്നിട്ട് സ്വർണ്ണ തളികയിൽ നിറച്ചു വെച്ചിരിക്കുന്ന അരിയുടെ മുകളിലായി വാവയെ നിർത്തി. ആ നേരത്ത് അച്ഛൻ്റെ അമ്മയുടെ മുഖം പ്രകാശിച്ചു. കാശിനാഥൻ പ്രാർത്ഥനയോടുകൂടി കുഞ്ഞിൻ്റെ നൂലുകെട്ട് ചടങ്ങ് പൂർത്തിയാക്കി. കരയാൻ തുടങ്ങിയ വാവയെ അച്ഛനും അമ്മയും ചേർന്ന് കൊഞ്ചിച്ചു കളിപ്പിച്ചു. ആമാടപ്പെട്ടി തുറന്ന് സ്വർണ്ണ അരഞ്ഞാണവും കൊലുസും എടുത്തു കൊടുത്തത് മായച്ചേച്ചിയാണ്. അത് കാശിയുടെ കയ്യിലേക്ക് അവർ കൊടുത്തതും അവൻ അത് വാങ്ങിച്ചു പാറുവിനെ ഏൽപ്പിച്ചു. ഞാനോ? ഏട്ടൻ തന്നെ ഇട്ട് കൊടുത്താൽ മതി, പാറു പെട്ടെന്ന് പറഞ്ഞു. കരയുന്ന കുഞ്ഞിനെ അച്ഛൻ്റെ കയ്യിൽ നിന്നും മേടിച്ചു പിടിച്ചത് അമ്മയാണ്. അമ്മേ, കാശി വിളിച്ചതും അവരവനെ നോക്കി. അച്ഛൻ പിടിച്ചിരുന്നതുപോലെ അമ്മയും പിടിക്കും. ഈ അരഞ്ഞാണോ ഇട്ടില്ലല്ലോ? അവൻ പറഞ്ഞപ്പോൾ സുഗന്ധി ഒന്ന് ഞെളിഞ്ഞു. അവർ അപ്രകാരം ചെയ്തപ്പോൾ കാശി പാറുവിനെ നോക്കി കുഞ്ഞിന് അരഞ്ഞാണം കെട്ടാൻ പറഞ്ഞു കൊടുത്തു.
അങ്ങനെ പാറുവാണ് വാവയെ അരഞ്ഞാണ് ഇടിവിച്ചതും കൊലുസ് ഇടിവിച്ചതുമൊക്കെ. കാശി പതിയെ മുഖം തിരിച്ചു നോക്കിയപ്പോൾ അർജുൻ അവനെ നോക്കി തള്ളവിരൽ ഉയർത്തി കാണിച്ചു. അല്ലെങ്കിലും കാശി അങ്ങനെയാണ്. ആരെയും മുഷിപ്പിക്കാതെ കാര്യങ്ങളൊക്കെ കോർഡിനേറ്റ് ചെയ്യാൻ ഒരു പ്രത്യേക കഴിവാണ് അവന്. അത് ഓഫീസിലായാലും വീട്ടിലായാലും. കുഞ്ഞുവാവയ്ക്ക് ഇടാൻ വേണ്ടിയുള്ള മാല നേരത്തെ തന്നെ കാശി മേടിച്ച് മായേച്ചയെ ഏൽപ്പിച്ചിരുന്നു. കാരണം അവരുടെ നാട്ടിൽ കുഞ്ഞിൻ്റെ അമ്മയുടെ വീട്ടുകാരാണ് സാധാരണയായിട്ട് നൂലുകെട്ട് ചടങ്ങിന് മാലയിടേണ്ടത്. പാറുവിൻ്റെ അച്ഛനും അമ്മയും ഒക്കെ മരിച്ചു പോയതുകൊണ്ട് ആ സ്ഥാനത്തേക്ക് പകരം വയ്ക്കാൻ മറ്റൊരാൾ അവൾക്കൊപ്പം ഇല്ല. ഒരാപത്ത് വന്നപ്പോൾ കൂടെ നിൽക്കാത്ത ബന്ധുമിത്രാദികളൊക്കെ പാറു ബിസിനസ് രംഗത്തേക്ക് ഉയർന്നപ്പോൾ ഓടിയെത്തി. പക്ഷെ ഒരൊറ്റ എണ്ണത്തെ കാശി അടുപ്പിച്ചില്ല. കണക്കിന് പറഞ്ഞ് അവൻ ഓടിച്ചു. കുഞ്ഞിൻ്റെ മാലയിടാൻ വേണ്ടി തനിക്ക് ആരുമില്ലെന്ന് പറഞ്ഞ് അവൾ കരഞ്ഞപ്പോൾ കാശി തീരുമാനിച്ചതാണ് മായച്ചേച്ചിയെ കൊണ്ട് വേണം ആ ചടങ്ങ് പൂർത്തിയാക്കുവാൻ എന്നുള്ളത്. പാറു പോലും അറിയാതെ അവൻ ആ മാല മേടിച്ചവരെ ഏൽപ്പിച്ചത്. അതിന് പ്രകാരമാണ് അത് മായേച്ചി കുഞ്ഞിൻ്റെ കഴുത്തിലിട്ടത്. പാറു ഞെട്ടിപ്പോയി ആ നിമിഷം. കാശി ഒന്ന് നോക്കിയപ്പോൾ അവനൊന്ന് കണ്ണിറുക്കി കാണിച്ചു. പാറുവിൻ്റെ മിഴികൾ നേരത്തെ ഈറനണിഞ്ഞപ്പോൾ അവനവളെ അരുതെന്ന് കാണിച്ചു. പിന്നീട് പേര് വിളിക്കിയ ചടങ്ങാണ്. കുഞ്ഞിൻ്റെ പേരറിയാൻ വേണ്ടി എല്ലാവരും കാതോർത്തു. കുഞ്ഞിനെ മേടിച്ച് കാശി തൻ്റെ കയ്യിൽ പിടിച്ചു. അല്പം ഉയർത്തിയ ശേഷം അവൻ മെല്ലെ മുഖം കുനിച്ചു പിടിച്ചു. വെറ്റിലുകൊണ്ട് മറ്റേ കാത് മൂടിപ്പിടിച്ചു. ശേഷം സരസ്വതി എന്ന് 3 വട്ടം അവൻ ദൈവനാമം വിളിച്ചു. അതിനുശേഷമായിരുന്നു ഒറിജിനൽ നെയിം വിളിച്ചത്, പ്രകൃതി. അത് കേട്ടതും ആളുകൾ എല്ലാവരും കൈയടിച്ചു. ഇഷ്ടായോ പേര്? അവൻ പാറുവിനെ നോക്കിയതും അവൾ പുഞ്ചിരിച്ചു. നല്ല പേരാണ് ഏട്ടാ, ആദ്യമായിട്ടാണ് ഞാൻ കേൾക്കുന്നത്. അതാണ്. അവൻ ചുമലൊന്ന് ഇളക്കി കാണിച്ചു. പ്രകൃതി. കുഞ്ഞുമാവയുടെ പേര് കേട്ടതും എല്ലാവർക്കും വളരെ വ്യത്യസ്തത തോന്നി. ഈ ലോകത്തിൻ്റെ ഏറ്റവും വലിയ ശക്തി എന്ന് പറയുന്നത് പ്രകൃതിയാണ്. അതാണ് സത്യവും. നീ കണ്ടുപിടിച്ച പേര് സൂപ്പറായിട്ടുണ്ട്. ഒരുപാട് ഇഷ്ടമായി കേട്ടോ. കാശിയുടെ ബിസിനസ് രംഗത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തിയാണ് മാധവൻ സാർ. അവൻ്റെ ഒരു ഗുരുനാഥൻ കൂടിയാണ് അദ്ദേഹം. കാശിയുടെ കൈക്ക് പിടിച്ച് കുലുക്കിക്കൊണ്ട് സാറ് പറഞ്ഞതും കാശി പുഞ്ചിരിച്ചു. അദ്ദേഹമായിരുന്നു ആദ്യം വന്നത് കുഞ്ഞിൻ്റെ അരികിലേക്ക്. എന്നിട്ട് 2 കൈകളിലും വളകൾ ഇട്ട് കൊടുത്തു. വാവയുടെ കവളിൽ ഒന്ന് തൊട്ട് തലോടിയ ശേഷം പാറുവിന് ആശംസകളൊക്കെ അറിയിച്ചു മടങ്ങിപ്പോയി. പിന്നീട് ഓരോരുത്തരായിട്ട് കയറി വന്നു. കുഞ്ഞിൻ്റെ 2 കൈകളും വളകൾ കൊണ്ട് നിറഞ്ഞപ്പോൾ പാറു അതെല്ലാം ഊരി മായച്ചേച്ചി ഏൽപ്പിച്ചു. സൂക്ഷിച്ചു വെച്ചോണം, ഇതിനൊക്കെ എണ്ണ ഉള്ളതാണ് കേട്ടോ. ഒരെണ്ണമെങ്കിലും നഷ്ടമായെങ്കിൽ നിങ്ങൾ മേടിച്ചു തന്നോണം. സുഗന്ധി അത് പറഞ്ഞപ്പോൾ മായ അടിയേറ്റതുപോലെ വിളറിപ്പോയി. അമ്മേ. കാശിയുടെ ശബ്ദം കേട്ട് അവർ തിരിഞ്ഞു നോക്കി. അമ്മയേക്കാൾ വിശ്വാസമാണ് എനിക്ക് മായച്ചേച്ചിയെ. ദേ ഇപ്പോൾ പറഞ്ഞത് പറഞ്ഞു. ഇനി ഇമ്മാതിരി ഡയലോഗ് ഇറക്കിക്കൊണ്ട് വന്നു പോയേക്കരുത്. എനിക്കും എൻ്റെ പാറൂട്ടനും ഈ നിൽക്കുന്ന മായച്ചേച്ചി മാത്രമായിരുന്നു ഏക ആശ്രയം. ഒരു വാക്കുകൊണ്ടോ നോക്കുകൊണ്ടോ ചേച്ചി ആരും വേദനിപ്പിക്കാൻ ഞങ്ങൾ സമ്മതിക്കില്ല. കടുപ്പത്തിൽ അവർക്കും മായച്ചേച്ചിക്കും കേൾക്കാൻ ശബ്ദം താഴ്ത്തി പറഞ്ഞുകൊണ്ട് കാശി അവരുടെ അടുത്തുനിന്ന് പോയി. സുഗന്ധിക്കാണെങ്കിൽ താൻ അപമാനിക്കപ്പെട്ടതുപോലെ തോന്നി. കാശി പോകുന്നത് നോക്കി അവർ പല്ലിരുമി നിന്നു. ഇപ്പോൾ തന്നെ ഇവിടെ നിറങ്ങിപ്പോകാൻ മനസ്സുണ്ട്, പക്ഷെ ഒന്നും മേലാത്ത അവസ്ഥയായിപ്പോയി. 28 കെട്ട് ചടങ്ങൊക്കെ കഴിഞ്ഞ് എല്ലാവരും തിരിച്ചെത്തിയപ്പോൾ നേരം 3 മണിയായി. പാറുവും കല്ലും ഒരുപോലെ തളർന്നുപോയി. കുഞ്ഞുങ്ങളും അതേ അവസ്ഥയിൽ. പലരും എടുത്തു പിടിച്ചുകൊണ്ടൊക്കെ നടന്നതുകൊണ്ട് ദേഹത്തിനൊക്കെ നല്ല വേദനയാണ്. മായച്ചേച്ചി ആണെങ്കിൽ ചെറു ചൂടുവെള്ളത്തിൽ 2 ആളെയും കുളിപ്പിച്ച് അമ്മമാരുടെ കയ്യിൽ കൊടുത്തു. ശേഷം പാലൊക്കെ കുടിപ്പിച്ച് കിടത്തി 2 ആളെ ഉറക്കി. കാശിയും അർജുനുമൊക്കെ നന്നായി ഒന്ന് മെനിങ്ങിക്കൊണ്ട് ഫ്രണ്ട്സിൻ്റെ എല്ലാവരുടെയും കൂടെ ഒത്തുകൂടി റൂമിലിരിപ്പുണ്ട്. അവരുടെ സഭ കഴിഞ്ഞപ്പോൾ 7 മണി. അന്നേരമാണ്
ശിവനും സഞ്ജനയും കുഞ്ഞുമൊക്കെ കൂടി എത്തിയത്. പിന്നീട് വീണ്ടും ആകെ ബഹളമായിരുന്നു എല്ലാവരും ചേർന്ന്. അങ്ങനെ സന്തോഷം നിറഞ്ഞ ഒരാഴ്ച കൂടി കടന്നുപോയി. കാശിയുടെ കുഞ്ഞിൻ്റെ ചടങ്ങ് നടന്ന അതേ സ്ഥലത്ത് വെച്ച് തന്നെ അർജുൻ്റെയും കല്ലുവിൻ്റെയും കുഞ്ഞുവാവയുടെ നൂലുകെട്ട്. ഭഗത് എന്നായിരുന്നു കുഞ്ഞിനിട്ട പേര്. അത് കണ്ടുപിടിച്ചത് കല്ലുവാണ്. ആ ചടങ്ങും വളരെ കേമമായിട്ട് തന്നെ നടന്നു. ആ ദിവസത്തെ സന്തോഷം ഇരട്ടിയായത് കാശി താമസിക്കുന്ന ഫ്ലാറ്റിൻ്റെ അടുത്ത ഫ്ലോറിൽ അർജുനും കല്ലുവും കൂടി ഇന്നു മുതൽ താമസം മാറ്റുന്നു എന്നുള്ളതാണ്. തൊട്ടടുത്തായതിനാൽ ആർക്കും വേറെ വിഷമമൊന്നുമില്ല. എപ്പോൾ വേണമെങ്കിലും ഇരുവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും പോകാം. പിന്നെ കല്ലുവിനെയും കുഞ്ഞിനെയും നോക്കാൻ നിന്ന സാലമ്മ ചേച്ചിയെ കൂടി അവർ അവരുടെ ഫ്ലാറ്റിലേക്ക് കൂട്ടിക്കൊണ്ടുപോകാൻ തീരുമാനിച്ചു. അങ്ങനെ അന്നത്തെ ചടങ്ങ് കഴിഞ്ഞ ശേഷം നേരെ പുതിയ ഫ്ലാറ്റിൻ്റെ പാലുകാച്ചൽ ചടങ്ങ്. തലേദിവസം ഗണപതി ഹോമവും സരസ്വതി പൂജയും ഒക്കെ നടത്തിയിരുന്നു. അങ്ങനെ ഐശ്വര്യമായിട്ട് കല്ലുവും അർജുനും ചേർന്ന് അവരുടെ പുതിയ വീട്ടിൽ താമസമാക്കി. പ്രകൃതിയെ വീട്ടിലെല്ലാവരും വിളിക്കുന്നത് ജാനി എന്നാണ്. പാറുവിൻ്റെ ഗ്രാൻഡ് മദറിൻ്റെ പേര് ജാനകി എന്നാണ്. അത് ഷോർട്ടാക്കി ജാനി എന്നാക്കി. ഭഗത്തിൻ്റെ പേര് കേശു എന്നും. പ്ലേ സ്കൂൾ മുതൽ ഇരുവരും ഒരുമിച്ചായിരുന്നു. ഒരേ സ്കൂളിൽ വിദ്യാഭ്യാസം തുടങ്ങി. 10ാം ക്ലാസ്സിലും പ്ലസ് ടുവിലുമൊക്കെ രണ്ടാളും നന്നായി പഠിച്ച് നല്ല മാർക്ക് സ്കോർ ചെയ്തു. കുടുംബപരമായിട്ട് ബിസിനസ് ഫീൽഡ് ആയതുകൊണ്ട് കുട്ടികൾ രണ്ടാളും അത് തന്നെ ചൂസ് ചെയ്തു. ഹയർ സ്റ്റഡീസിന് വേണ്ടി ഭഗത് വിദേശത്തേക്ക് പറഞ്ഞപ്പോൾ ജാനി നാട്ടിൽ തന്നെ പഠിച്ചു. കാശിയുടെ ബിസിനസ് സാമ്രാജ്യം വിദേശത്തേക്ക് കൂടി വളർന്നപ്പോൾ ആകെ തിരക്കുകൾ നിറഞ്ഞതായിരുന്നു പിന്നീട് അവരുടെ ജീവിതം. പാറുവും കാശിയും അർജുനുമൊക്കെ വിദേശത്തേക്ക് പോയി. അങ്ങനെ മൂവരും നാട്ടിൽ നിൽക്കുന്ന ദിവസങ്ങൾ പിന്നീട് വിരലിലെണ്ണാവുന്നത് മാത്രമായി ചുരുങ്ങി. അപ്പോഴൊക്കെ ജാനിക്ക് കൂട്ടായുള്ളത് കല്ലുവാൻ്റിയാണ്. എന്തിനും ഏതിനും അവൾക്ക് കൂട്ടായി കല്ലുവാൻ്റി ഉണ്ട്. കോളേജിലൊക്കെ എന്തെങ്കിലും പ്രോഗ്രാം ഉള്ളപ്പോൾ ആൻറ്റിയാണ് അവൾ കൂട്ടിക്കൊണ്ടു പോയിരുന്നത്. അവളോട് ഫ്രണ്ട്സൊക്കെ വീട്ടിൽ വരുമ്പോൾ കല്ലു നല്ല അസല് ഫുഡൊക്കെ ഉണ്ടാക്കി അവരെ നോക്കിയിരിക്കും. ഋതുക്കൾ അങ്ങനെ മാറി മാറി വന്നു. ശിശിരവും വർഷവും ഹേമന്തവുമൊക്കെ ആർക്കും വേണ്ടി കാത്തു നിൽക്കാതെ അങ്ങനെ പോയി മറിഞ്ഞു. ജാനിയുടെ പഠനമെല്ലാം അവസാനിച്ചു. നാട്ടിലെ ബിസിനസ് ഗ്രൂപ്പിലേക്കായിരുന്നു കാശി ആദ്യം മകളെ നിയമിച്ചത്. ഇവിടെയൊന്ന് സെറ്റായി വന്ന ശേഷം പുറത്തേക്ക് കൊണ്ടുപോകാമെന്ന് പാർവും പറഞ്ഞു. ജാനിക്കതാണ് ഏറ്റവും ഇഷ്ടം. എന്താണെന്നറിയില്ല, നാടുമായിട്ട് വല്ലാത്തൊരു ആത്മബന്ധമായിരുന്നു അവൾക്ക് എപ്പോഴും. അവധിക്കാലത്തൊക്കെ കാശിയും പാറുവും മകളെ വിളിക്കുമെങ്കിലും വിരലിൽ എണ്ണാവുന്നത്ര ദിവസം നിന്നിട്ട് അവൾ തിരിച്ചു പോരും. ജാനിയുടെ സ്വഭാവം അറിയാവുന്നതുകൊണ്ട് ഇപ്പോൾ അവരങ്ങനെ നിർബന്ധിക്കാറില്ല. അവർക്കും സമയമില്ലാത്ത സ്ഥിതി. അച്ചമ്മയെ അച്ചാച്ചനെയൊക്കെ കാണുവാൻ വേണ്ടി വന്നതാണ് ജാനി. ഇന്നു മുതൽ ഓഫീസിൽ പോയി തുടങ്ങണം. അതിന് അവരുടെ അനുഗ്രഹം മേടിക്കാൻ വേണ്ടി എത്തിയതാണ്. കാലത്തെ അമ്പലത്തിലൊക്കെ പോയി അല്ലേ മോളെ? അച്ചമ്മ വാത്സല്യത്തോടെ ജാനിയുടെ നെറുകയെ തലോടി. ഐശ്വര്യമായിട്ടൊരു കാര്യത്തിലേക്ക് കടക്കുമല്ലേ, ഭക്തിസാന്ദ്രമായിട്ട് തന്നെ അങ്ങോട്ട് തുടങ്ങാമെന്ന് കരുതി. അച്ചമ്മ കൊടുത്ത ഇഡലിയും സാമ്പാറും കഴിച്ചുകൊണ്ടിരുന്നു അവൾ പറഞ്ഞു. നിന്റെ അച്ഛൻ ആകെ തിരക്കാണല്ലോ, ഒന്ന് വിളിച്ച് സംസാരിക്കാൻ പോലും നേരമില്ലാത്ത അവസ്ഥയാ. അച്ഛൻ തൻ്റെ പരിഭവം കൊച്ചുമോളോട് പങ്കുവച്ചു. സ്വന്തം മോളായ എന്നെ പോലും വിളിക്കാൻ നേരമില്ല, അപ്പോഴാണോ ഇവിടെ അച്ചാച്ചനെ വിളിക്കുന്നത്? ഇന്ന് ആദ്യമായിട്ട് ഞാൻ ജോലിക്ക് കയറുക, അതിന് പോലും വരാൻ അവർക്ക് രണ്ടാൾക്കും ടൈമില്ല. പാരീസിൽ നിന്നൊരു പാർട്ടി വരുമെന്ന് ഇന്നലെ രാത്രിയിൽ അച്ഛൻ എനിക്ക് മെസ്സേജ് ചെയ്തു. ജാനിയുടെ കലവിലെ വർത്താനം കേട്ട് അവർ രണ്ടാളും ചിരിച്ചുകൊണ്ടിരുന്നു. അരമണിക്കൂർ ഇരുന്ന ശേഷം ജാനി വേഗം വീട്ടിലേക്ക് തിരിച്ചു. അവളെയും കാത്ത് കല്ലു ഉമ്മറത്തുണ്ട്. ഭഗത്തിനെ വീഡിയോ കോൾ ചെയ്യുന്നുണ്ട്. അവനോട് ജാനിയും 2 മിനിറ്റ് സംസാരിച്ചു. എന്നിട്ട് റെഡിയാവാനായി റൂമിലേക്ക് പോയി. ഇളം പിങ്ക് നിറമുള്ള ഒരു കോട്ടൺ സാരിയാണ് അവളുടെ വേഷം. വേറെ എന്തെങ്കിലും ഡ്രസ്സ് ഇടാൻ കല്ലുവാൻ്റി പറഞ്ഞെങ്കിലും അവൾക്കിഷ്ടമായത് അതായിരുന്നു. കൃത്യം 9 മണിക്ക് തന്നെ ജാനി അവിടെ നിന്ന് ഓഫീസിലേക്ക് പുറപ്പെട്ടു. ഇറങ്ങാൻ നേരത്ത് കല്ലുവിനെ പിടിച്ച്
അവളുടെ കവളിലൊരു മുത്തവും കൊടുത്തു. 22ാമത്തെ പിറന്നാളിന് അച്ഛനും അമ്മയും വാങ്ങിക്കൊടുത്ത തൻ്റെ പ്രിയപ്പെട്ട വൈറ്റ് കളർ എ ക്ലാസ് ബെൻസിലാണ് അവൾ ഓഫീസിലേക്ക് ഇറങ്ങിയത്. കാർ കൊണ്ടുവന്ന് പാർക്കിങ്ങിൽ കയറ്റി ഇട്ട ശേഷം ജാനി ഇറങ്ങിയപ്പോൾ സെക്യൂരിറ്റി ആയിട്ട് നിൽക്കുന്ന ചേട്ടന്മാരൊക്കെ ഓടി അവളുടെ അരികിലേക്ക് വന്നു. 2-3 തവണ ഓഫീസിൽ പോയിട്ടുണ്ടെങ്കിലും അവൾക്ക് ആരുമായിട്ടത്ര പരിചയമൊന്നും പോരാ. എല്ലാവരെയും നോക്കി പുഞ്ചിരിയോടെ ജാനി അകത്തേക്ക് കയറി. സ്റ്റാഫ്സ് എല്ലാവരും ചേർന്ന് ബൊക്കെയൊക്കെ കൊടുത്ത് അവളെ അകത്തേക്ക് സ്വീകരിച്ചു. ദേവ് സാറിൻ്റെ അസിസ്റ്റൻ്റായിട്ടാണ് മാഡത്തെ നിയമിക്കുന്നത്. അങ്ങനെയാണ് സാറ് വിളിച്ചു പറഞ്ഞത്. ഒരു പെൺകുട്ടി വന്ന് വളരെ ഭവ്യതയോടെ ജാനിയോട് പറഞ്ഞു. ഓക്കെ, അച്ഛൻ ഇക്കാര്യം എന്നോടും അവതരിപ്പിച്ചു. എവിടെയാണ് അദ്ദേഹത്തിൻ്റെ റൂം? വരൂ മാഡം, 3rd ഫ്ലോറിലാണ്. പറഞ്ഞുകൊണ്ട് ആ പെൺകുട്ടി ലിഫ്റ്റിൻ്റെ അടുത്തേക്ക് പോയി. സാറ് വന്നില്ല ഇതുവരെയായിട്ടും? ജാനി സംശയത്തോടെ ആ കുട്ടിയെ നോക്കി ചോദിച്ചു. എത്തി. സാറിന് അത്യാവശ്യമായിട്ടൊരു കോൺഫറൻസ് കോൾ ഉണ്ട്, അതാണ് ഇറങ്ങി വരാത്തത്. ഓക്കെ, റൂം കാണിച്ചു തന്നാൽ മതി, ഞാൻ പൊയ്ക്കോളാം. ഓക്കെ മാഡം, ദേ ആ കാണുന്നതാണ് സാറിൻ്റെ റൂം. അവൾ പറഞ്ഞ ഭാഗത്തേക്ക് ജാനി നോക്കി. മിസ്റ്റർ ദേവ് കൃഷ്ണൻ, CEO. ബോട്ടിയും വായിച്ചുകൊണ്ട് ജാനി ആ പെൺകുട്ടിയെ നോക്കി തലകുലുക്കി. ആ ഫ്ലോറിന് ചുറ്റും ഒന്ന് ജാനി നോക്കി. വേറെയും 1-2 റൂമുകളുണ്ട്. തികച്ചും പ്രൈവറ്റ് ആയിട്ടുള്ള സ്പേസാണ് അതെന്ന് അവൾക്ക് മനസ്സിലായി. ബിസിനസ് സീക്രട്ട് എല്ലാം അവർ കൈകാര്യം ചെയ്യുന്നത് അവിടെ വെച്ചാണ്. വേറെ ക്ലയൻസ് വരുമ്പോൾ അവരെയൊക്കെ കാണുന്നതും മറ്റും 2ാമത്തെ ഫ്ലോറിലാണ്. മീറ്റിംഗ്സൊക്കെ കൂടുന്നത് ഏറ്റവും കൂടുതലായി മുകളിലെ ഫ്ലോറിലും. കൂടെ വന്ന പെൺകുട്ടി അവളോട് കാര്യം വിശദീകരിച്ചു. എല്ലാം കേട്ട് ജാനി തലകുലുക്കി. ഇയാൾ പൊയ്ക്കോ, ഞാൻ റൂമിലേക്ക് ചെന്നോളാം. ഓക്കെ മാഡം. ആ പെൺകുട്ടി പെട്ടെന്ന് ലിഫ്റ്റിൽ കയറി താഴേക്ക് പോയി. ദേവിൻ്റെ റൂമിൻ്റെ വാതിൽക്ക് ചെന്ന് ഒന്ന് കൊട്ടിയ ശേഷം അല്പം ടൈറ്റായിട്ട് അടച്ചിരുന്ന ആ വാതിൽ തള്ളി തുറക്കാൻ ജാനി ഭാവിച്ചതും വാതിൽ തുറന്നതും ഒരുപോലെ. ഒട്ടും പ്രതീക്ഷിക്കാതെ ആയതിനാൽ അവൾ മുന്നോട്ട് ആഞ്ഞുപോയി. അവൻ്റെ നെഞ്ചിലേക്ക് മുഖം പൂഴ്ത്തിക്കൊണ്ട് ജാനിയൊന്ന് ഉയർന്നതും അവൾ ആദ്യം കണ്ടത് ആ കാപ്പിപ്പൊടി നിറമുള്ള മിഴികളായിരുന്നു. തുടരും.